സത്യത്തിൽ പി അൻവറിനെ യു ഡി എഫിൽ കൂട്ടിക്കഴിഞ്ഞാൽ യു ഡി എഫിനായിരിക്കും തലവേദന. കാരണം പി അൻവർ വന്നതുകൊണ്ടാണ് ഇവിടെ ഷൗക്കത്ത് ജയിച്ചതെന്ന് അയാൾ സ്ഥാപിക്കും. അത് യു ഡി എഫ് അവസാനം പേടിച്ചെന്നെ കൂട്ടി. അവസാനം അവർക്ക് മനസ്സിലായി ഈ പി ഇല്ലെങ്കിൽ ജയിക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് എന്നെ കൂട്ടി. ഇപ്പം കണ്ടില്ലേ, ഷൗക്കത്ത് ജയിച്ചു. പിന്നെ അത് മാത്രമല്ല, പുള്ളിക്കൊരു സീറ്റും കൊടുക്കേണ്ടി വരും, തലവേദനയാവും. അതെന്താണ് യു ഡി എഫ് മനസ്സിലാക്കാത്ത എന്നുള്ളതാണ് സാധാരണ ജനങ്ങൾ അവിടുത്തെ ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ അറിയാം. പി അൻവർ നിലപാടില്ലാത്ത ആളാണ്, പി അൻവറിന് വോട്ട് ചെയ്ത ആൾക്കാർ തന്നെ ഇതാണ് വോട്ട് ചെയ്യില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പിന്നെ എന്ത് കാരണം കൊണ്ടാണ് വീണ്ടും യു ഡി എഫ് ചർച്ച എന്ന് പറഞ്ഞിട്ട് ഈ പി അൻവറിൻ്റെ പിന്നാലെ പോകുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. എൻ്റെ ഉദ്ദേശം എന്തെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. കാരണം ഇനി മുസ്ലിം ലീഗ് പറയുന്നുണ്ടോ പി വിനെ കൂട്ടണം അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ജനങ്ങൾക്ക് ഭൂരിപക്ഷം ആളുകളും പി അൻവറിൻ്റെ നിലപാടിനോട് ഇപ്പോൾ ഏത് പാർട്ടിയുടെ ആൾക്കാരാണെങ്കിലും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അയാൾ രാജിവെച്ചത് എന്താണ് എന്നൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അതുകൊണ്ട് യു ഡി എഫ് ഒരു കാരണവശാലും പി അൻവറിനെ കൂട്ടാതിരിക്കുന്നതാണ് അവരുടെ ബുദ്ധി എന്ന് മനസ്സിലാക്കുക. ഇവിടെ വി ഡി സതീശനെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വി ഡി സതീശന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അൻവർ ഒന്നുമല്ലാതെയാവും. അപ്പം അത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഈ വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വയ്ക്കുന്ന പോലെ ഇരിക്കും.